ജീവന്റെ തുടിപ്പ നിലനിർത്താനായി കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് പോലീസ് അന്ന് പാഞ്ഞത്. ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ അഭിലാഷും സംഘമായിരുന്നു രക്ഷകരായി എത്തിയത്. 2023 ഏപ്രിലായിരുന്നു സംഭവം. അമ്മ ഉപേക്ഷിച്ച കുട്ടിയുടെ സംരക്ഷണ ചുമതല സാമൂഹ്യനീതി വകുപ്പ് ഏറ്റെടുത്തു. നികിത് എന്ന പേരും നൽകി. ഒടുവിൽ സെൻട്രൽ അഡാപ്റ്റേഷൻ റെഗുലേഷൻ ഏജൻസി മുഖേന ഇറ്റലിക്കാരായ ദമ്പതികൾക്ക് കുഞ്ഞിനെ കൈമാറി. അതിനെ ആ കുട്ടിക്ക് തക്കതായ കൈകളിലേക്ക് എത്തപ്പെടുകയും പ്രത്യേകിച്ച് ആ കുട്ടിയുടെ അഡോപ്ഷനുമായി ബന്ധിപ്പിച്ചുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന കുറവ് അല്ല അഡോപ്ഷനിലേക്ക് എത്തുമ്പോൾ ഉള്ളത്. ശരിയാണ്, ഒരു 3-4 മാസം കൊണ്ട് അതിൻ്റെ കുറവുകളെ കുറേ കൂടി ഭേദപ്പെടുത്തി കൊടുക്കാൻ അല്ലെങ്കിൽ പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു പക്ഷേ ആ കുട്ടിയെ ഞങ്ങളെ ഏറെ സന്തോഷിപ്പിക്കുന്നതാണ്. ആ രക്ഷിതാക്കളെ സംബന്ധിച്ചും അവർ കണ്ട കുട്ടിയല്ല അവർക്ക് കിട്ടുന്നത്, കുറേ കൂടെ മെച്ചപ്പെട്ട അവസ്ഥ കിട്ടുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഒരു നന്മയുണ്ട്. ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില അനുഭവങ്ങളാണ് നമുക്ക് തരുന്ന സന്തോഷങ്ങളോ അല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായിട്ടുള്ള സന്തോഷം എന്ന് പറയുന്നത്. ആറന്മുളയിലെ കുട്ടിയുടെ വാർത്ത വന്നതിന്റെ തൊട്ടടുത്ത മാസമാണ് തിരുവല്ലയിൽ നവജാത ശിശുവിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഈ കുട്ടിയും പത്തനംതിട്ട CWCയുടെ നേതൃത്വത്തിൽ സുരക്ഷിതമായ കരങ്ങളിൽ ഏൽപ്പിച്ചു. അത് ജനിച്ചിട്ട് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഒരു കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുട്ടി ഇതേപോലെ തന്നെ കിട്ടുകയുണ്ടായി. അതിൻ്റെ ഇതേപോലെ തന്നെ പേര് കൊടുക്കലടക്കം ബർത്ത് സർട്ടിഫിക്കറ്റ് ബാക്കി അടിസ്ഥാന രേഖകളെല്ലാം ശരിയാക്കി ഇതേപോലെ അഡോപ്ഷനിലേക്കുള്ള സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്തു. അതിനെ കൊണ്ടുപോയത് സ്വീഡനിലേക്ക്. അപ്പം അതിന് പക്ഷേ മറ്റെന്തെങ്കിലും ഭൗതിക ശിക്ഷയോ അല്ലെങ്കിൽ ഭിന്നശേഷിയുടെ വിഷയങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ അതിന് സ്വീഡനിൽ നിന്നുള്ള രക്ഷിതാക്കൾ ആ കുട്ടിയെ അഡോപ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് പോയിട്ടുണ്ട്. അതെല്ലാം ഉപേക്ഷിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട്, തൻ്റേതല്ലാത്ത കാരണത്താൽ ഒറ്റപ്പെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം കുട്ടിക്ക് അതിന് കിട്ടേണ്ട മികച്ച അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നില്ല. അതിന് തക്കതായ ആളുകളെ കണ്ടെത്താനും അവരെ ഏൽപ്പിക്കാനും ഒക്കെ പറ്റുന്ന തരത്തിലേക്ക് ഈ സംവിധാനങ്ങളെല്ലാം നന്നായി പ്രവർത്തിച്ചു പോകുന്നുണ്ട്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.